ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദോസൻ ഗായിബ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് കുറച്ചു കുട്ടികള് ഒരു വീടിന് മുന്നിൽ നിന്ന് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് തുള്ളിച്ചാടി കളിച്ചോണ്ടിരിക്കുന്നു. ആ പിള്ളേരെ ആ വീടിനകത്തെ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട്. നിസ, വേഗം വാ, നമുക്ക് കളിക്കാം. ആ കൂട്ടുകാരെ കണ്ട് നിസ പുറത്തേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അവളെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നിസയുടെ ഡാഡി സമ്മതിക്കില്ല. പഠിക്ക് എന്ന് പറഞ്ഞ് അവളെ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. നിസയ്ക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ, നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. ഈ സമയത്താണ് മുറിയുടെ ഡോർ തുറന്നുകൊണ്ട് ഡാഡി അങ്ങോട്ട് വരുന്നത്. ഡാഡിയുടെ പേര് ഭക്തി എന്നാട്ടോ. ഒരു കോളേജ് പ്രൊഫസറാണ്. പഠിക്കാനുള്ളതൊക്കെ കഴിഞ്ഞോ? ഇത് കേട്ട് നിസ പേടിച്ച് ഡാഡിയോട് പറയും, ഇല്ല, കുറച്ചുകൂടി ഉണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരൂ. എന്നാലോ ഡാഡി അവളെ വഴക്ക് പറയും. നിന്റെ ഹോംവർക്ക് ഒന്നും തീരാതെ നിനക്കൊന്നും തരത്തില്ല. ഇത്തവണ അവള് ഡാഡിയോട് ദേഷ്യത്തോടെ സംസാരിക്കും. ഞാൻ എത്ര നേരമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ ടയേർഡായി, എനിക്ക് വിശക്കുന്നുണ്ട്. ഇന്നേരം ഡാഡി അവളോട് പറയും, എന്നെ നീ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുത്. ഹോംവർക്ക് ഒന്നും തീരാതെ നിനക്ക് ഈ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് പ്രൊഫസർ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യണോന്നറിയാതെ നിസ ഒത്തിരി കരയുന്നുണ്ട്. തന്റെ തലയ്ക്കുള്ളില് ഡാഡിയുടെ ചീത്തവിളി കേൾക്കാം. പഠിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഈ സമയത്താണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡാഡി ആ മുറി പൂട്ടാതെയാണ് പോയത്. മുറി തുറന്നു കിടക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞ് പ്രൊഫസർ മകളെ തെരഞ്ഞ് ആ മുറിയിലേക്ക് ചെന്നു. നോക്കുമ്പോ നിസയെ ആ മുറിയിൽ കാണുന്നില്ല. അന്നേരത്തെ ആ ദേഷ്യത്തില് പ്രൊഫസർ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. പുള്ളിക്കാരൻ മകളെ ആ വീട് മുഴുവനും തെരഞ്ഞു നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ നേരത്താണ് ബാൽക്കണിയിൽ നിന്ന് എന്തോന്ന് താഴേക്ക് വന്ന് വീഴുന്നത്. അത് നിസിയായിരുന്നു. പ്രൊഫസറിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ പെൺകുട്ടി അതിക്രൂരമായിട്ട് മരിക്കുകയാണ്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദോസൻ ഗായിബ്. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് നമ്മളെ കാണിക്കുന്നത്. 4 സൈക്കോളജി സ്റ്റുഡൻസ്, മായ, ഫത്ത, അമീർ. ഇതാണ് നമ്മുടെ കഥാനായിക അമീലിയ. ഇവര് 4 പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എപ്പോഴും ഒന്നിച്ചായിരിക്കും. അതുപോലെ തന്നെ 4 പേരും ഒന്നിച്ച് ഒരു സബ്ജക്റ്റിൽ മാത്രം തോറ്റുപോയി. 4 പേരും സെമസ്റ്റർ എക്സാമിൽ തോറ്റുപോയി. റിസൾട്ട് കണ്ട് മായ ആകെ ഭയന്നിരിക്കുക. മായയുടെ പേരൻസ് ഇക്കാര്യം അറിഞ്ഞ അവളെ എന്തായാലും കൊന്നുകളയും. പോരാത്തതിനെ അവരെ പഠിപ്പിക്കുന്ന പ്രൊഫസർ മറ്റാരുമല്ല, അത് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട പ്രൊഫസർ ഭക്തിയാണ്. പുള്ളിക്കാരനെ ഈ കോളേജിലെ എല്ലാവർക്കും പേടിയാണ്. ഒരു അധ്യാപകനെ പിള്ളേരെ ഡോസൻ കില്ലർ എന്ന് ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത്. അതിന് കാരണമുണ്ട്. പുള്ളിക്കാരന്റെ പെരുമാറ്റം, ദേഷ്യം, കുട്ടികൾക്ക് മര്യാദയ്ക്ക് മാർക്ക് കൊടുക്കില്ല, അവരെ ഒരുപാട് ചീത്ത പറഞ്ഞ് മാനസികമായിട്ട് തകർത്ത് കളയും. പോരാത്തതിനെ പ്രൊഫസറിന്റെ കയ്യിൽ ആ സ്റ്റിക്ക് കൊണ്ട് നല്ല അടിയും കിട്ടും. എനിക്ക് പേടിയായിട്ട് പാടില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാന്നും പറഞ്ഞ് അവര് പ്രൊഫസറിന്റെ കണ്ണും വെട്ടിച്ച് പോവുമ്പോ പ്രൊഫസർ അവരെ കൈയോടെ പിടികൂടി. തോറ്റുപോയി അവരോട് 4 പേരോടും ഉടനെ തന്നെ ഓഫീസിലേക്ക് വരാൻ പറയും. അവരങ്ങനെ സാറിന്റെ പിന്നാലെ ഓഫീസിലേക്ക് നടക്കുമ്പോ മായ പ്രൊഫസറിനെ കുറിച്ചുള്ള ഗോസിപ്പിനെ കുറിച്ച് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പുള്ളിക്കാരന്റെ മകളെ കുറിച്ച് അറിയൂ? പ്രൊഫസറിന്റെ ടോർച്ചർ താങ്ങാനാവാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ്. ഇക്കാര്യം കോളേജിലെ മൊത്തം പാട്ടാണ്, നിങ്ങൾക്കറിയില്ലേ? പ്രൊഫസറിന്റെ വൈഫ് ഒരു കാർ അപകടത്തില് മരിക്കുകയായിരുന്നു. ആ അപകടത്തില് അദ്ദേഹത്തിനും ചെറിയ പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ടാണ് പ്രൊഫസർ ആ സ്റ്റിക്കും കൊണ്ട് നടക്കുന്നത്. അവരങ്ങനെ 4 പേരും പ്രൊഫസറിന്റെ ഓഫീസിലെത്തി തല കുനിഞ്ഞു നിൽക്കുക. പ്രൊഫസർ അവരെ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിക്കുന്നുണ്ട്. 20 വർഷമായി ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതിലൊരു സ്റ്റുഡന്റ് പോലും ക്ലാസ്സിൽ തോറ്റിട്ടില്ല. പക്ഷേ നിങ്ങൾ 4 പേരും എന്നെ നാണം കെടുത്തി. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? നിങ്ങൾ തന്നെ പറ. ഇന്നു മുതല് അവർക്ക് സമ്മർ വെക്കേഷൻ ആണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അവർക്ക് വൈകിട്ട് 5 മണിക്ക് സാറ് സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നുണ്ട്. എന്നാ അത് കേട്ട് അവരാരും തന്നെ അതിന് തയ്യാറാവില്ല. എന്നാ ശരി, ഇന്ന് വേണ്ട, തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങൾ എല്ലാവരും സെമസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഈ 5 മണി എന്നത് രാത്രി 7 മണിയായി. അവർക്കത് സമ്മതിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മറ്റു 3 പേരും ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നാ അമീലിയ മാത്രം താഴെ കിടന്നിരുന്ന ഒരു ടെഡിബെയറിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾ ആ പാവയെടുത്ത് പ്രൊഫസറിന് കൊടുക്കുന്നു. അടുത്ത ദിവസം മായ തന്റെ പേരൻസിനെ ഫോൺ ചെയ്ത് സ്പെഷ്യൽ ക്ലാസിനെ കുറിച്ച് പറയുന്നുണ്ട്. സമ്മർ വെക്കേഷന് രാത്രി 7 മണിക്ക് ഇങ്ങനെ ഒരു ക്ലാസിന്റെ ആവശ്യം എന്താ? ഡാഡി അവളോട് കൂടുതൽ കാര്യങ്ങൾ തിരക്കുന്നതിന് മുന്നേ മായ പെട്ടെന്ന് തന്നെ
ഫോൺ കോള് കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ സെമസ്റ്റർ എക്സാമിന് ഫെയിൽ ആയ കാര്യം പാരന്റ്സ് അറിയും. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഈ എക്സാം പാസ്സാവും. മായ ആകെ പാനിക്കായി കുറെ മരുന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ഇതേ സമയം പ്രൊഫസർ ഡോക്ടറിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന് വേണ്ട മരുന്നൊക്കെ വാങ്ങിച്ച് തിരികെ കോളേജിലേക്ക് നടക്കുകയാണ്. ഈ സമയം പ്രൊഫസറിന്റെ കയ്യിലുണ്ടായിരുന്ന നിസയുടെ പാവയില്ലേ, അതങ്ങ് താഴേക്ക് വീണുപോയി. റോഡിന്റെ ഒത്ത നടുക്ക് പ്രൊഫസർ പതിയെ ചെന്ന പാവി എടുത്തു. അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തെ ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയാണ്. മറുവശത്ത് ആ 4 കൂട്ടുകാരും സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ക്ലാസ്സിലെത്തി. ആ ക്യാമ്പസിന്റെ അന്തരീക്ഷം കണ്ട് അവർക്ക് ചെറിയ പേടിയൊക്കെയുണ്ട്. ആകെ മൊത്തത്തിലൊരു സൈലൻസ് അല്ലേ. അത് മാത്രമല്ല കേട്ടോ, സമയം 7 മണിയായിട്ടും പ്രൊഫസർ ക്ലാസ്സിലെത്തിയിട്ടില്ല. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു സെക്കൻഡ് പോലും വൈകി അദ്ദേഹം ക്ലാസ്സിലേക്ക് വരാറില്ല. ഈ സമയം മായ ഒരു നേരമ്പോക്കിന് വേണ്ടി അമീലിയോട് സാറിനെ കുറിച്ച് ചോദിക്കും. പ്രൊഫസർ നായികയോട് മാത്രമാണ് ഒരല്പം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാറുള്ളത്. നീ വിചാരിക്കുന്നുണ്ടോ പ്രൊഫസർ കാരണമാണ് അദ്ദേഹത്തിന്റെ മകള് മരിച്ചെന്ന്? ഈ ഒരു ചോദ്യം കേട്ട് അമീർ ചോദിക്കും, നീ എന്തിനാ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അതിന് മായ പറയും, ചുമ്മാ വെറുതെ. നിസയ്ക്ക് ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, കുട്ടികളോടൊപ്പം കളിക്കാൻ കഴിയില്ല. ഇനി പഠിച്ചു തീരാതെ ഭക്ഷണം, വെള്ളം ഇതൊന്നും കൊടുക്കാറില്ല. ഞാൻ ഈ പറയുന്നതൊന്നും തമാശയല്ല, സത്യമാണ്. ഇപ്പോ പ്രൊഫസർ നമ്മളെ പഠിപ്പിക്കുന്നത് സൈക്കോളജിയിലെ പെരുമാറ്റത്തെ കുറിച്ചാണ്. എന്നിട്ട് സാറിനെ ഒരു മനുഷ്യനെ പോലെ നമ്മളോട് പെരുമാറാൻ അറിയൂ? ഇവരങ്ങനെ കഥയും പറഞ്ഞിരിക്കുന്നു. സമയം ഇപ്പോ രാത്രി 8 മണിയായി. ഇതുവരെ പ്രൊഫസർ വന്നിട്ടില്ല. എമീറിനാണെങ്കിലേ ആ ക്ലാസ്സിൽ ഇരിക്കാൻ പേടിയാ. ഞാൻ പോവാ, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ, ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാന്നും പറഞ്ഞ് അവൻ ആ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ആ ഇടനാഴിയിൽ നിന്ന് പ്രൊഫസർ നടന്നു വരുന്നതിന്റെ ശബ്ദം കേൾക്കാം. പിന്നെ പറയണോ, എന്റെ അമ്മയെന്ന് പറഞ്ഞ് 4 പേരും പേടിച്ചരണ്ട് ബുക്കൊക്കെ എടുത്തു വെച്ച് സാറിനെ കാത്തിരിക്കുകയാണ്. പ്രൊഫസർ അങ്ങനെ ക്ലാസ്സിലെത്തി. അവര് 4 പേരും സാറിനെ വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ സാർ അവരെ കണ്ട ഭാവമില്ല. നേരെ ഡെസ്കിലേക്ക് ചെന്നിട്ട് അവരോട് പറയും, 2 മണിക്കൂർ കഴിയാതെ, ഈ ക്ലാസ് തീരാതെ ഒരാള് പോലും ഈ ക്ലാസ്സിന് പുറത്തേക്ക് പോവാൻ പാടില്ല, കേട്ടല്ലോ. ഇതും പറഞ്ഞ പ്രൊഫസർ ബോർഡിൽ എന്തോ എഴുതുന്നത് പോലെ ഒരു വരയും വരച്ച് സാർ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. ഇവർക്കാണെങ്കില് പ്രൊഫസർക്ക് എന്താ പറ്റിയെന്ന് യാതൊരു പിടുത്തവുമില്ല. പ്രൊഫസർ ഇങ്ങനെ ചോക്കും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റായി. യാതൊരു അനക്കവുമില്ല. ഇവർക്കാണെങ്കില് എന്ത് പറ്റി എന്ന് ചോദിക്കാനുള്ള ധൈര്യവുമില്ല. ഈ സമയം മായയ്ക്ക് ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അവൾ ആ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോഴോ മായയ്ക്ക് കാര്യം വിശ്വസിക്കാനേ വയ്യ. പേടിച്ചിട്ട് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ഇന്ന് വൈകിട്ട് 5:30 പ്രൊഫസർ ഒരു ആക്സിഡന്റില് മരണപ്പെട്ടു. അപ്പൊ പിന്നെ അവർക്ക് ക്ലാസ് എടുക്കുന്നത് അതാരാ? പേടിച്ചു പോയ മായ ഉടനെ തന്നെ ഒച്ച വെക്കാതെ പതിയെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറയും. ഫോൺ എടുത്ത് നോക്ക്. മായ ഉടനെ തന്നെ ഒരു കണ്ണാടി എടുത്ത് ഫത്തയ്ക്ക് കൊടുത്തു. അവനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഒരു പേന എടുത്ത് താഴേക്കിട്ട് ആ കണ്ണാടി വഴി പ്രൊഫസറെ നോക്കി. ഇനി പിള്ളേര് അവരെ പറ്റിച്ചതാണെങ്കിലോ? ഫത്ത അങ്ങനെ കണ്ണാടി വഴി നോക്കുമ്പോ പ്രൊഫസർ അങ്ങനെ എയറിൽ പറന്ന് നിൽക്കുക. അദ്ദേഹത്തിന്റെ കാല് നിലത്ത് മുട്ടുന്നില്ല. ഇതോടുകൂടി അവർക്കൊരു കാര്യം ഉറപ്പായി. ഇപ്പോ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് പ്രൊഫസറിന്റെ പ്രേതമാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലാസ്സിലെ ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. സോറി സാർ, ഞങ്ങൾ പോവാന്നും പറഞ്ഞ് അവരെ അലറി അടിച്ചോണ്ട് ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. പെട്ടെന്ന് പ്രൊഫസർ അവരോട് പറയും, നിക്കവിടെ, നിങ്ങൾ എവിടെ പോവാ? അവരങ്ങനെ പേടിച്ച് ഫ്രീസായിട്ട് നിൽക്കല്ലേ. അമീലിയ പേടിച്ചിട്ട് പറയും, സർ ഒത്തിരി ലേറ്റ് ആയി. അതിന് പ്രൊഫസർ പറയും, നിങ്ങൾ ലേറ്റ് ആയത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, പക്ഷേ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇത് കേട്ട് ഫത്ത തിരിഞ്ഞ് പ്രൊഫസറെ നോക്കി. പ്രൊഫസറിന്റെ പ്രേതങ്ങനെ പന പോലെ നിൽക്കുക. പിന്നെ പറയണോ, 4 പേരും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. അവര് നേരെ ചെന്ന് ക്യാമ്പസിലെ സെക്യൂരിറ്റി ഗാർഡിനോട് കാര്യം പറയും. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും പുള്ളിക്കാരൻ അതൊന്നും തന്നെ വിശ്വസിക്കില്ല. ഇവരിങ്ങനെ പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കണ്ട് സെക്യൂരിറ്റിക്കാരൻ അവരെ വഴക്ക് പറയുന്നുണ്ട്. ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ലേ, ഇങ്ങനെ പ്രേതത്തിലൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. ആ സെക്യൂരിറ്റി ഗാർഡ് പ്രൊഫസറിന്റെ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് പോവുക. അവരും അയാളോടൊപ്പം പോകുന്നുണ്ട്. 4 പേരും പ്രൊഫസറിന്റെ വീട്ടിലെത്തി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അടുത്ത ദിവസം അവരെ ക്യാമ്പസിലെത്തുമ്പോ ഇനി അവർക്ക് ഷോർട്ട് സെമസ്റ്റർ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഗീതാ മിസ് ആണ്. പ്രൊഫസറിന് പകരം മിസ് അവരെ നല്ലതുപോലെ വഴക്ക് പറയും. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന കെട്ടുകഥകളോ പ്രേതകഥകളോ ഒന്നും തന്നെ കേൾക്കാൻ നേരമില്ല. നിങ്ങളിപ്പോ പഠിക്കുന്ന കാര്യത്തില് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് മായ പറയും, മിസ് ഞങ്ങൾ കള്ളം പറഞ്ഞതല്ല, ഞങ്ങൾ പ്രൊഫസറിന്റെ പ്രേതത്തെ കണ്ടതാണ്. മിസ് അവരെ പിന്നെയും വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് പല പേരുകളും വിളിച്ച് കളിയാക്കുന്നുണ്ട്. കില്ലർ, ക്രൂരൻ, ഭയങ്കരൻ എന്നൊക്കെ. അദ്ദേഹത്തെ കുറിച്ചുള്ള കെട്ടുകഥകളൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇതുപോലൊക്കെ തോന്നിയതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞ് മിസ് അവരെ സമാധാനിപ്പിക്കാൻ നോക്കിയാലും ഇന്നലെ രാത്രി അവർ കണ്ട കാഴ്ച അതൊരിക്കലും അവർക്ക് തോന്നിയതായിരുന്നില്ല. അന്ന് രാത്രി ഗീതാ മിസ് വെള്ളം കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോ പെട്ടെന്ന് തന്റെ പിറകിൽ നിന്ന് പ്രൊഫസറിന്റെ ശബ്ദം കേൾക്കാം.
എന്റെ പിള്ളേരെ എന്നിൽ നിന്ന് എടുക്കരുത്. മിസ് പേടിച്ച് തിരിഞ്ഞു നോക്കി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാ തിരിഞ്ഞു നോക്കുമ്പോ ആ ഫ്രിഡ്ജിന്റെ റിഫ്ലക്ഷനില് ആ പ്രേതത്തിന്റെ രൂപം കാണും. മിസ്സിന്റെ പിറകില് പ്രൊഫസറിന്റെ പ്രേതം നിൽക്കുന്നുണ്ട്. മിസ് അങ്ങനെ പേടിച്ച് വിറച്ച് ചുറ്റുപാടും ആ പ്രേതത്തെ നോക്കുക. പ്രൊഫസറിന്റെ ആ പുഴുവരിക്കുന്ന പ്രേത രൂപത്തെ കണ്ട് മിസ് പെട്ടെന്ന് തന്നെ മേശക്കടിയിൽ ഒളിച്ചിരുന്നു. അങ്ങനെ ആ പ്രേതത്തെ കണ്ട് പേടിച്ച് കിളി പോയ ഗീത മിസ്, ഭക്തി എന്നെ ശല്യപ്പെടുത്തല്ലേ, എന്നെ വിട്ട് പോ എന്നും പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഷോക്കേസ് ഒക്കെ മിസ്സിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്നു. അങ്ങനെ തന്നെ മിസ്സിന്റെ ബോധം പോയി. അടുത്ത സീനില് അമീലിയ, മായ അവര് രണ്ടുപേരും ചേർന്ന് പ്രൊഫസറിന്റെ എമർജൻസി കോൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക, പ്രൊഫസറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. എന്നാൽ ഓഫീസ് ഫയലിൽ നിന്ന് അത്തരത്തിലെ യാതൊരു കോണ്ടാക്ട്സും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് മരണാനന്തര ചടങ്ങിന് പോയപ്പോ അമീലിയ ആ വീടിനകത്തുണ്ടായിരുന്ന കുറെ ഫോട്ടോസ് കണ്ടിരുന്നു. അതില് കൂടുതലും പ്രൊഫസറും പ്രൊഫസറിന്റെ അമ്മയും മകളുടെ ഫോട്ടോസും ആയിരുന്നു. ആ വീട്ടിലെ അവര് 3 പേരുമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇതൊക്കെ കേട്ട് മായ ആകെ പാനിക്കായി. അവളാകെ പേടിച്ച് വെപ്രാളപ്പെട്ട് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോഴേ ആ കോറിഡോറില് പ്രൊഫസറിന്റെ പ്രേതം നിൽക്കുന്നുണ്ടാവും. ഇവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയില്ല. പേടിച്ചിട്ട് ഒച്ച വെച്ച് കരയാനും വയ്യ. മായ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ ബഹളം കേട്ട് അമീലിയ പുറത്തേക്ക് ഓടി വന്നെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മറുവശത്ത് മായ പ്രൊഫസറിന്റെ പ്രേതത്തെ കണ്ട് ക്യാമ്പസിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രേതത്തെ കണ്ട് കാല് തന്നെ താഴേക്ക് വീഴുന്നു. അപ്പോഴേക്കും സുഹൃത്തുക്കൾ ഓടി വന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രൊഫസറെ കണ്ടു, ആ പ്രേതം എന്നെ ഹോണ്ട് ചെയ്യാ. അക്കൂട്ടത്തിലെ അവരുടെ സീനിയർ ഉണ്ടായിരുന്നു, കിക്കി. മായ ഈ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോ ആ സീനിയർ പയ്യനും ആകെ കൺഫ്യൂസായി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ഇത് നോക്ക്, പ്രൊഫസർ മരണപ്പെട്ടു, അദ്ദേഹം പോയി. അപ്പോഴും മായ, എനിക്ക് പേടിയാ, എനിക്ക് മരിക്കണ്ട, ഞാൻ പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോ ആ സീനിയർ പയ്യൻ അവരോട് മറ്റൊരു കാര്യം പറയും. ഗീത മിസ് ആശുപത്രിയിലാണ്, കോമയിലാണ്. അവരന്ന് തന്നെ മിസ്സിനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് പോയി. മായക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. പ്രൊഫസറിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇപ്പോ ഗീത മിസ്സിന്റെ അവസ്ഥ കണ്ടില്ലേ? അതിന് എമിർ മായയെ വഴക്ക് പറയും. നീ എന്താ ഈ ഫത്തയെ പോലെ പിച്ചിയും പിയൊക്കെ പറയുന്നേ? ഇത് കേട്ട് ഫത്തയ്ക്ക് ദേഷ്യം വന്നു. അല്ല, നീ എന്തിനാ എന്റെ പേര് വലിച്ചിടുന്നേ? അതൊരു ആശുപത്രി ആയതുകൊണ്ട് അവര് പിന്നെ അടിയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. സോറിയൊക്കെ പറഞ്ഞ് സമാധാനത്തിലായി. അവരന്ന് തന്നെ കോളേജിലെ സ്റ്റുഡന്റ് അസോസിയേഷന്റെ മേധാവിയെ ചെന്ന് കണ്ട് കാര്യം പറയും. നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ശരി, ഇക്കാര്യം നിങ്ങൾ പുറത്താരോടും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഈ കോളേജിന്റെ പേര് കേട്ടാ പിള്ളേര് പേടിക്കും. നമുക്ക് പ്രൊഫസർക്ക് വേണ്ടിയും ഗീതാ മിസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യാപകൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് അവരെല്ലാവരും ചേർന്ന് പ്രൊഫസറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ക്ലാസ് മുറിയിലെ ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. ശക്തിയായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോ കൂട്ടത്തിലെ മായയ്ക്ക് മാത്രം പ്രൊഫസറിന്റെ പ്രേതത്തെ കാണാം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും നന്ദി പറഞ്ഞ് പിരിയുന്നു. ഇപ്പോ ഫത്തയ്ക്കൊരു സംശയം, ഇനി പ്രൊഫസർ നമ്മളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതാണോ? ഇത് കേൾക്കുന്ന മായ പറയും, നമ്മളൊരിക്കലും അന്ന് ആ ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോവാൻ പാടില്ലായിരുന്നു. അന്ന് പ്രൊഫസർ ആ ഒരു കാര്യം മാത്രമാണ് നമ്മളോട് പറഞ്ഞത്. പ്രൊഫസറിന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? ഹോംവർക്ക് കഴിയാതെ അവള് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. നിസ മരണപ്പെട്ടു. ഇനി അടുത്തത് നമ്മളാണ്. ഇത് കേട്ട് എമിറിന് നല്ല ദേഷ്യം വന്നു. നീ ഈ പൊട്ടത്തരം വിളിച്ച് പറയുന്നതൊന്നും നിർത്തോ? അതിനെ മായ പറയും, നീയും കണ്ടതല്ലേ പ്രേതത്തെ? ഇപ്പോ ഗീത മിസ് ബോധമില്ലാതെ കോമയിലാണ്. അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? ഇവരിങ്ങനെ ക്ലാസ് മുറിക്ക് മുന്നിൽ നിന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെയുള്ള സ്പീക്കറിൽ നിന്ന് പ്രൊഫസറിന്റെ ശബ്ദം കേൾക്കാം. അമീലിയ, മായ, എമിർ, ഫത്ത, പഠിക്കി പഠിക്കി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസറിന്റെ പ്രേതം അവരുടെ എക്സാമിന് വേണ്ടി പഠിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ആ വോയിസ് കേട്ട് മായ ആകെ പാനിക്കായി. എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട എന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അമീലിയ അവളെ സമാധാനിപ്പിക്കും. ഇവിടെ ആരും മരിക്കാൻ പോണില്ല. അടുത്ത ദിവസം അമീലിയ തന്റെ അമ്മയോട് ചോദിക്കും, അമ്മേ, നിങ്ങൾ ഈ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിന് അമ്മ പറയും, പണ്ടുള്ളവര് പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹം നടക്കാതെ പോയാല് അവര് നമുക്ക് ചുറ്റും പ്രേതങ്ങളായി അലഞ്ഞു തിരിയും. ഇത് കേട്ട് നായിക ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുക. അന്ന് രാത്രി അമീലിയ ഇന്റർനെറ്റിൽ നിന്ന് പ്രൊഫസറിന്റെ മകളുടെ മരണത്തെക്കുറിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആക്സിഡന്റ് ആണോ അതോ സൂസൈഡ് ആണോ എന്നറിയണ്ടേ? അങ്ങനെ ഒരു ആർട്ടിക്കിളില് പ്രൊഫസറിന് മകളെ കുറിച്ച് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അമീലിയക്ക് എന്തോ ഒരു കാര്യം സ്ട്രൈക്കായി. അവള് തിരിഞ്ഞ് തന്റെ ബാഗിലേക്ക് നോക്കി. ആ ബാഗിലെ ചെറിയൊരു ടെഡി ബെയർ ഉണ്ട്. അങ്ങനെ തന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം പ്രൊഫസർ ക്യാമ്പസിലെ പടികൾ കയറി പോകുമ്പോ എമിർ അദ്ദേഹത്തെ ഇടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്സ് ഒക്കെ താഴെ വീണു. ഈ സമയം അമീലിയ അങ്ങോട്ട് ഓടി വന്ന് ആ ബുക്കൊക്കെ എടുത്ത് പ്രൊഫസർക്ക് കൊടുക്കുന്നു. ആ സമയം പ്രൊഫസർ അമീലിയയുടെ ബാഗിലെ ആ പാവയെ കണ്ട്
വിളിക്കാണ്ട് നിസ നിസ എന്ന് പറയുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ അമീലിയ ഇന്റർനെറ്റിൽ നിന്ന് പ്രൊഫസറിന്റെ അയൽവാസിയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുകയാണ്. ആ സ്ത്രീ പറയുന്നത് നിസ എപ്പോഴും പഠിച്ചോണ്ടിരിക്കും, ആ പ്രൊഫസർ ആ കുഞ്ഞിനെ കളിക്കാനായിട്ട് പുറത്തേക്കൊന്നും വിടാറില്ല. അതായത് നിസയുടെ മരണത്തെ തുടർന്ന് എല്ലാവരും കുറ്റപ്പെടുത്തിയത് പ്രൊഫസറിനെയാണ്. അതിനെ തുടർന്ന് മകള് മരിക്കാൻ കാരണം താനാണ് എന്ന കുറ്റബോധത്തിലാണ് പ്രൊഫസർ ജീവിച്ചിരുന്നത്. അന്ന് രാത്രി തന്നെ അമീലിയ ആ അയൽവാസിയായിട്ടുള്ള ലേഡിയെ ചെന്ന് കാണുന്നുണ്ട്. ഈ സ്ത്രീയാണ് മീഡിയയ്ക്ക് പ്രൊഫസർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. പുള്ളിക്കാരൻ കുറച്ച് കർക്കശക്കാരനും ദേഷ്യക്കാരനൊക്കെ ആയിരുന്നെങ്കിലും പ്രൊഫസറിന്റെ ഒരു നോർമൽ ലൈഫായിരുന്നു. എല്ലാവരോടും സംസാരിക്കും, നന്നായിട്ട് പെരുമാറും. എന്നാൽ നിസയുടെ മരണശേഷം അതെല്ലാം മാറി. ആരോടും അദ്ദേഹം മിണ്ടാതായി. കുട്ടികളെ പഠിപ്പിക്കുക, അത് മാത്രമായി. വീട് വിട്ട കോളേജ്, കോളേജ് വിട്ട വീട്, അതായിരുന്നു പ്രൊഫസറിന്റെ ലോകം. ആ സ്ത്രീ ഇതൊക്കെ പേടിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനൊരു വ്യക്തിക്ക് ഒരിക്കലും മനസമാധാനായിട്ട് മരിക്കാൻ കഴിയില്ല, ആത്മാവിന് ശാന്തി കിട്ടില്ല. മറുവശത്ത് ഫത്ത തന്റെ ഹോസ്റ്റൽ മുറിയിലിരുന്ന് കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം എമീർ ഉറക്കം തൂങ്ങി അവന്റെ മുറിയിലേക്ക് കയറി വന്നു. ഫത്ത അവനോടൊരു ഹായൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എമീർ ആവട്ടെ പ്രേതം കേറിയതുപോലെ നടന്നു പോകുന്നുണ്ട്. പോരാത്തതിനെ ഒരു മൂലയ്ക്ക് അനങ്ങാതെ നിൽക്കുക. അത് കണ്ട് ഫത്തയ്ക്ക് എന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. എന്നാലും അവനത് കാര്യാക്കിയില്ല. അവൻ ആ കോമിക്സ് വായിക്കാനുള്ള തിരക്കിലാണ്. പെട്ടെന്ന് ടബയെന്ന് പറഞ്ഞ് കരണ്ട് പോയി. എന്തൊരു കഷ്ടം അത്. ഫത്ത തന്റെ മൊബൈൽ ഫോൺ എടുത്ത് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ടബയെന്ന് പറഞ്ഞ ഡോർ അങ്ങ് തനി അടയാണ്. അത് കണ്ട് അവനാകെ ഭയന്നു പോയി. എമീർ, ഇത് നിന്റെ പണിയാണോ? അവൻ ടോർച്ച് അടിച്ചു നോക്കിയിട്ട് എമീറിനെ ആ മുറിയിൽ കാണുന്നില്ല. എമീർ, നീ എവിടെയാ? നീ കളിക്കല്ലേ? അവനങ്ങനെ ചുറ്റും ടോർച്ച് അടിച്ച് നോക്കുമ്പോ ആ കർട്ടന് പിന്നില് കൈയും കാലൊക്കെ നീണ്ടൊരു രൂപത്തെ കാണാം. ഇതേ സമയം തന്നെ മറുവശത്ത് കരണ്ട് പോയതുകൊണ്ട് എമീർ ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുകയാണ്. പെട്ടെന്ന് ആരോ ആ തിരി അങ്ങ് ഊതിക്കെടുത്തി. ഇവനത് കണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോ ദേ മുറിക്ക് പുറത്തുനിന്ന് പ്രൊഫസർ നടന്നു വരുന്ന ശബ്ദം കേൾക്കാം. എമീർ ഉടനെ തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോഴേക്കും ടബയെന്ന് പറഞ്ഞ ആ ഡോർ അങ്ങ് ലോക്കായി. അവനതിനകത്ത് ട്രാപ്പായി. പേടിച്ചരണ്ട് അവൻ ചുറ്റും ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ദേ മേശപ്പുറത്തിരുന്ന ഒരു ബുക്ക് അങ്ങനെ എയറിൽ പറക്കാൻ തുടങ്ങി. അതങ്ങനെ നേരെ പറന്നു വന്ന് എമീറിന്റെ തലക്കിട്ടൊരു അടി കൊടുക്കും. പിന്നെ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാ ബുക്കുകളും എമീറിന്റെ തലയിലേക്ക് ചറപറാന്ന് വന്ന് വീണോണ്ടിരുന്നു. ഉടനെ തന്നെ അവൻ ബെഡിനടിയിൽ കയറി ഒളിച്ചിരുന്നു, അടി കിട്ടാതിരിക്കാൻ. എന്നാ അവന് തൊട്ട് തന്നെ പ്രൊഫസറിന്റെ പ്രേതം ആ സ്റ്റിക്കുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയ എമീർ, എന്നെ തല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് കരയുന്നുണ്ട്. ഈ നേരത്താണ് ഫത്ത അവന്റെ മുറിയിലേക്ക് ഓടി വരുന്നത്. ഫത്ത എങ്ങനെയൊക്കെയോ അവനെ പിടിച്ച് വലിച്ച് മുറിക്ക് പുറത്തേക്ക് വലിച്ചോണ്ട് പോയി. അതേസമയം മറുവശത്ത് മായയ്ക്ക് തന്റെ തലയ്ക്കുള്ളിലെ പ്രൊഫസറിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുകയാണ്. അതായത് അവളോട് പഠിക്ക് പഠിക്ക് എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഈ ശബ്ദങ്ങൾ കേട്ടിരിക്കാനാവാതെ അവളാകെ പേടിച്ചു പോയി. എന്നെ സഹായിക്ക്, എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഓടി. ഒരു വിധത്തില് അവള് മെയിൻ ഡോറിന്റെ അടുത്തെത്തി. എന്നാ ഹോസ്റ്റലിലെ പുറത്തേക്കുള്ള ഡോറ് ലോക്കായിരുന്നു. പേടിച്ച് കരഞ്ഞോണ്ട് മായ തിരികെ മുറിയിലെത്തി. ഡോറ് അകത്തു നിന്ന് ലോക്ക് ചെയ്യാണ്. എന്നാൽ അടുത്ത നിമിഷം മായ കണ്ണു തുറന്നു നോക്കുമ്പോ അവളിപ്പോ ഹോസ്റ്റലിലെ കോറിഡോറിലാണ്. ഇല്ല, അവൾക്ക് ഈ കാര്യം വിശ്വസിക്കാൻ വയ്യ. അവളിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രൊഫസറിന്റെ പ്രേതമാണ്. ആ പ്രേതത്തെ കണ്ട് പേടിച്ച വെപ്രാളത്തിലെ കോറിഡോറിൽ നിന്ന് കാല് തന്നെ അവള് താഴേക്ക് വീഴാണ്. പ്രൊഫസറിന്റെ മകൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ മായ മരണപ്പെടുന്നു. ഈ സമയം മറുവശത്ത് നായിക പ്രൊഫസറിനെ പറ്റി തിരക്കി അവസാനം പ്രൊഫസറിന്റെ അടഞ്ഞു കിടക്കുന്ന വീട്ടിലെത്തി. അമീലിയ വീടിന്റെ ജനാല തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തന്നെ വീടിനകത്തുണ്ടായിരുന്ന പ്രൊഫസറിന്റെ ഒരു ഫോട്ടോ അതങ്ങ് താഴേക്ക് വീണ് പൊട്ടിപ്പോയി. അവൾ ആ വീടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ എമീർ അവളെ ഫോൺ ചെയ്ത് മായയുടെ മരണത്തെക്കുറിച്ച് പറയും. അമീലിയക്ക് അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. പിന്നെ പോലീസ് എത്തി, ആംബുലൻസ് എത്തി, മായയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവര് 3 പേരും ആണെങ്കില് മായയുടെ മുറിയിലേക്ക് ചെന്നു അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. മായ പലപ്പോഴായിട്ട് പാനിക് ആവാറുണ്ട്, ഒത്തിരി ഭയപ്പെടാറുണ്ട്. അന്നൊന്നും അവരത് അത്ര കാര്യമാക്കി എടുത്തില്ല. അവള് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. ഈ സമയത്താണ് അമീലിയ മേശപ്പുറത്തിരുന്ന ഒരു നോട്ട്ബുക്ക് ശ്രദ്ധിക്കുന്നത്. അതില് മായ മരിക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ കോറി വരച്ചു വെച്ചിരുന്നു. അത് പ്രൊഫസറിന്റെ ആ വാക്കിംഗ് സ്റ്റിക്ക് ആണ്. ആ ചിത്രം കണ്ടതോടുകൂടി ഫത്ത ആകെ ഇമോഷണലായി. നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഓടിപ്പോവാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ശപിക്കപ്പെട്ടിരിക്കുക. നമുക്ക് ഇതിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മളും മായ പോലെ മരിക്കേണ്ടി വരും, അവളെ പോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പക്ഷെ മായ ആത്മഹത്യ ചെയ്തതാണെന്ന് അമീലിയെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. അവളത് സമ്മതിക്കില്ല. മായ മരിക്കാൻ കാരണം പ്രൊഫസറിന്റെ പ്രേതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രൊഫസറിന്റെ മകൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെയാണ് മായ മരണപ്പെട്ടത്. അതിനൊരു മാറ്റമില്ല. ഇത് കേട്ടതോടെ ഫത്ത ആകെ പരിഭ്രാന്തിയിലായി. എനിക്ക് മരിക്കണ്ടെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ സത്യം അറിയണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിന് അമീലിയ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോവാം. ആ വീടിനകത്തു നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ അന്ന് രാത്രി തന്നെ അവര് പ്രൊഫസറിന്റെ വീട്ടിലെത്തി. വാതിലൊക്കെ തകർത്ത് അകത്ത് കയറി
അവർ ആ വീട് മുഴുവനും തെരയുന്നുണ്ട്. ഈ സമയം അമീലിയയ്ക്ക് പ്രൊഫസർ മകൾക്കെഴുതിയ ഒരു എഴുത്ത് കിട്ടി. നായിക ആ കത്ത് വായിച്ചോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒന്ന് അമീലിയയുടെ അടുത്തേക്ക് വന്നു. ഒരു കാറ്റ് പോലെ. അവള് പേടിച്ച് തിരിഞ്ഞു നോക്കിയിട്ട് മുറിയിൽ ഒന്നിനെയും കാണുന്നുമില്ല. മറുവശത്ത് എമീർ പ്രൊഫസറിന്റെ മുറിക്കകത്ത് എന്തോ തെരഞ്ഞോണ്ടിരിക്കുമ്പോ അവൻ ആ കണ്ണാടിയിലെ പ്രൊഫസറിന്റെ പ്രേതത്തെ കാണാം. അവൻ കണ്ണൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോ ആ പ്രേതത്തെ കാണുന്നില്ല. ഇതേ സമയം ഫത്ത ഒരു മുറിയിൽ നിന്ന് വർക്ക് ചെയ്യാത്തൊരു മൊബൈൽ ഫോൺ കണ്ടെത്തി. അത് കണ്ട് അമീലിയ ചോദിക്കും, എന്തെങ്കിലും കിട്ടിയോ? അതിനെ ഫത്ത പറയും, ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്, ചിലപ്പോ ചാർജ് ചെയ്താ വർക്ക് ചെയ്യും. ഇവനിങ്ങനെ ആ ഫോണിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അമീലിയ ആണെങ്കില് തിരിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഇങ്ങനെ പ്രേതം കയറിയതുപോലെ നിൽക്കുക. അവൻ പയ്യെ ടോർച്ചായിട്ട് അമീലിയയുടെ അടുത്തേക്ക് ചെന്നു. നോക്കുമ്പോ ദേ നായിക വാ മൊത്തം രക്തമായിട്ട് പ്രേത രൂപത്തിൽ നിൽക്കുകയാണ്. ഇത് കണ്ടതോടെ എന്നെ ഒന്നും ചെയ്യലെന്നും പറഞ്ഞ് അവൻ നേരെ മേശക്കടിയിൽ ഒളിച്ചിരുന്നു. പേടിച്ചരണ്ട് ഫത്ത മേശക്കടിയിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോ അത് അമീലിയ അല്ലായിരുന്നു, പ്രൊഫസറിന്റെ പ്രേതമാണ്. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, സാറിന്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. ഇവര് 3 പേരും ആ പ്രേതത്തെ കണ്ട് അലറിക്കരഞ്ഞ് വീടിന് പുറത്തേക്ക് ഓടി വരുമ്പോ കോളേജിലെ സീനിയർ പയ്യൻ അവരെ തെരഞ്ഞ വീട്ടിലേക്ക് വരും. കീക്കി അവരെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഞങ്ങള് മോഷ്ടിക്കാൻ വന്നതല്ല. അമീലിയ സീനിയറിനോട് ഒത്തിരി ചൂടായി. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അതിനെ കീക്കി പറയും, എന്ന് കരുതി നിങ്ങൾ എന്ത് മണ്ടത്തരേ കാണിക്കുന്നേ? നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല, തെറ്റാണ്. പിന്നെ ഗീത മിസ്സിന് അപകടം പറ്റിയതാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് മിസ്സിന്റെ ഭർത്താവ് മരിച്ചുപോയി. അത് മിസ്സിനെ മാനസികമായി ഒത്തിരി തളർത്തിയിരുന്നു. അതിനുവേണ്ടി അവര് മരുന്നുകൾ കഴിച്ചിരുന്നു. എന്നാ പ്രൊഫസർ മരിച്ചതിന് ശേഷം 2-3 ദിവസങ്ങള് ഗീത മിസ് മരുന്ന് കഴിച്ചിരുന്നില്ല. അവരെ അത് കൂടുതലായി മാനസികമായി ബാധിച്ചു. അതുകൊണ്ട് പ്രൊഫസറിന്റെ മരണം മിസ്സിന്റെ ട്രോമയെ ട്രിഗർ ചെയ്തു, അല്ലാതെ പ്രേതം ഉപദ്രവിച്ചതല്ല. പിന്നെ മായ, അവളും പാരന്റ്സിന്റെ ടോർച്ചർ താങ്ങാനാവാതെ ഡിപ്രഷനിലായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതിനൊന്നും കാരണം പ്രൊഫസറിന്റെ മരണോ ശാപോ അദ്ദേഹത്തിന്റെ പ്രേതോ ഒന്നും തന്നെയല്ല. ഇവരിപ്പോ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ സത്യമല്ല, അതൊക്കെ തോന്നലാണെന്ന് പറയുന്നത് കേട്ട് 3 പേർക്കും നല്ല ദേഷ്യം വന്നു. പിന്നെ ഉന്തും തള്ളുമായി ആകെ ബഹളമായി. അമീലിയ അവസാനമായിട്ട് കീക്കിയെ വാൺ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക, അല്ലാതെ ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയരുത്. അടുത്ത സീനില് 3 പേരും പ്രൊഫസറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ക്ലാസ് മുറിയിലെത്തി. ഇത്തവണ അവരൊരു കാര്യം ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് തന്നെ വന്നാലും അവർ ഇന്ന് രാത്രി ഈ ക്ലാസ് മുറി വിട്ട് പോവില്ല. അവര് പ്രൊഫസറിന്റെ പ്രേതത്തെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രി 7 മണിയായതോടെ കോറിഡോറിൽ നിന്ന് പ്രൊഫസർ നടന്നു വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്നാ അവർ ആ സ്റ്റിക്കിന്റെ ശബ്ദം കേട്ട് ക്ലാസ് മുറിക്ക് പുറത്തേക്ക് നോക്കുമ്പോ വെളിയില് പ്രൊഫസറിനെ കാണുന്നില്ല. ആ സ്റ്റിക്ക് അങ്ങനെ തനിയെ നടന്നു വരുന്നു. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അന്നത്തെ പോലെ എണീറ്റ് ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. അവരാ കാഴ്ച കണ്ട് ഞെട്ടി തരിച്ചിരിക്കുമ്പോ മേശപ്പുറത്തിരുന്ന ചോക്ക് അങ്ങനെ തനിയെ പറന്നുപോയി ബോർഡിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ തന്നെ ആ ചോക്ക് താഴേക്ക് വന്നു വീണു. ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. അവര് പേടിച്ചിട്ട് ചുറ്റുപാടും പ്രൊഫസറെ നോക്കുന്നുണ്ട്, കാണുന്നില്ല. എമീറിനാണെങ്കിലോ അവന്റെ തൊട്ടടുത്ത് ആരോ നിൽക്കുന്നത് പോലെ, അവന്റെ പേര് വിളിക്കുന്നത് പോലെ. പ്രൊഫസർ നേരെ അമീലിയുടെ അടുത്തേക്ക് ചെന്ന് പേര് വിളിക്കുന്നു. അവളും ധൈര്യം സംഭരിച്ച് അങ്ങനെ അനങ്ങാതിരിക്കുക. പക്ഷേ ഫത്തയ്ക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൻ പ്രേതത്തെ കണ്ടപാടെ തന്നെ രക്ഷപ്പെട്ടോടാന്നും പറഞ്ഞ് ആ ക്ലാസ് മുറിക്ക് പുറത്തേക്ക് ഓടി. മറ്റു 2 പേർക്കും ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അമീലിയയ്ക്ക് പ്രൊഫസറിന്റെ അയൽവാസിയായിരുന്ന ഒരു ലേഡിയില്ലേ, അവരുടെ മെസ്സേജ് വരുന്നത്. അതായത് പ്രൊഫസറിന്റെ അമ്മ ഇപ്പൊ താമസിക്കുന്ന ലൊക്കേഷൻ അമീലിയയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. 2 പേരും പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. പ്രൊഫസറിന്റെ അമ്മയെ കാണാനായി ആ ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഫത്ത എന്തായാലും റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഓടിപ്പോയി. അവര് പ്രൊഫസറിന്റെ അമ്മയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നിസ പഠിക്കുന്ന സമയത്ത് വിശക്കുവാണെങ്കിൽ അച്ഛനറിയാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങും. മുത്തശ്ശിയാണെങ്കിൽ കൊച്ചുമോൾക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കും. അത് പ്രൊഫസർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി മുത്തശ്ശി കൊച്ചുമോൾക്ക് കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നു. എന്നിട്ട് വെള്ളം എടുക്കാനോ മറ്റെന്തിനോ മുത്തശ്ശി അവിടെ നിന്ന് മാറിപ്പോയി. ആ ഒരു സെക്കൻഡില് നിസയ്ക്ക് അപസ്മാരം വന്ന് അവൾ ആ ബാൽക്കണിന്ന് താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു. അല്ലാതെ അതൊരു ആത്മഹത്യയായിരുന്നില്ല. ഇവിടെ മറുവശത്ത് ഫത്ത ആ പ്രേതത്തിന്റെ പിടിയിൽ രക്ഷപ്പെടാനായിട്ട് ആ ക്യാമ്പസ് മുഴുവനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ആവട്ടെ അവൻ ഇന്ന് വിടുന്ന ലക്ഷണമില്ല. അവനല്ലേ ഇന്ന് റൂൾസ് ബ്രേക്ക് ചെയ്ത് ക്ലാസ്സിന് പുറത്തേക്ക് ഓടിയത്. അവൻ എങ്ങോട്ട് ഓടിയാലും പ്രൊഫസറിന്റെ പ്രേതമാണ്. ഈ സമയം കൊണ്ട് തന്നെ അമീലിയ, എമീർ അവര് 2 പേരും ക്യാമ്പസിലെത്തി. അവര് ഫത്തയെ തെരഞ്ഞു ചെല്ലുമ്പോ അവൻ സ്വയം കഴുത്ത് ഞെക്കിപ്പിടിച്ച് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണ്. അതല്ലാതെ പ്രൊഫസറിന്റെ പ്രേതം അവന്റെ കഴുത്തിലെ കയറിട്ട് കുരുക്കുന്നത് അവർക്ക് കാണാൻ വയ്യ. അങ്ങനെ ആ ക്ലാസ് മുറിയിലെ ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്ത് ഫത്ത താഴേക്ക് വന്നു വീണു. നമ്മളിപ്പോ 2 തവണ റൂൾസ് ബ്രേക്ക് ചെയ്തു, നമ്മൾ ഇനി എന്താ ചെയ്യുക?
ചെയ്യാ? എമീറിന് തന്റെ തലയൊക്കെ പെരുക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ പ്രൊഫസർ ആ സ്റ്റിക്ക് വെച്ച് അവനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഇവര് നോക്കുമ്പോ അവനൊരു മരക്കഷ്ണം വെച്ച് അവനെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ പ്രൊഫസർ അവനെ ആക്രമിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ട് അമീലിയ അവനെ പിടിച്ചു മാറ്റാനായിട്ട് എമീറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതേ സ്പീഡിൽ തന്നെ അവള് പറന്ന് തെറിച്ച് താഴേക്ക് വന്ന് വീണു. അവള് തന്റെ ബാഗിലുണ്ടായിരുന്ന നിസയുടെ പാവയെ തെരഞ്ഞു നോക്കി. അതിപ്പോ കാണുന്നില്ല. എനിക്കറിയാം സാറ് കാരണല്ല നിസ മരിച്ചത്. ഇത് കേട്ടതോടെ പ്രൊഫസറിന് വല്ലാതെ ദേഷ്യം വന്നു. എമീറും ഫത്തിയാണെങ്കില് ബോധം നഷ്ടപ്പെട്ടതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചു മാറ്റാൻ പോയി അമീലിയ പറന്ന് തെറിച്ച് മുറുക്കി പുറത്തേക്ക് വന്ന് വീണു. അവൾക്ക് നല്ല പരുക്ക് പറ്റുന്നുണ്ട്. അമീലിയ എങ്ങനെയൊക്കെയോ താഴെ കിടന്നിരുന്ന നിസയുടെ പാവയെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർ, ഇത് നിങ്ങളുടെ തെറ്റല്ല. ഞങ്ങൾ തോറ്റുപോവാൻ കാരണം അത് സാറല്ല. നിങ്ങൾ നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു അച്ഛനാണ്. തെറ്റ് ചെയ്തത് ഞങ്ങൾ മാത്രമാണ്. തുടക്കം മുതലേ സർ ഒരിക്കലും മോശമായൊരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അമീലിയ മാപ്പ് പറഞ്ഞ് കരയാണ്. ഇത് പറഞ്ഞു തീർന്നതും പ്രൊഫസറിന്റെ ആ പ്രേതത്തെ അവിടെ കാണുന്നില്ല. ഇപ്പോ ചിരിച്ച മുഖമായിട്ട് പ്രൊഫസർ ഭക്തി അമീലിയയെ ആശ്വസിപ്പിക്കുന്നു. അവളെ നോക്കി ചിരിക്കും. നിസ മരിക്കാൻ താനാണ് കാരണം. പിന്നെ ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികൾ തോറ്റുപോയത് തന്റെ തെറ്റുകൊണ്ടാണ് എന്ന കുറ്റബോധത്തിലാണ് പ്രൊഫസർ മരണപ്പെട്ടത്. അതിനെ തുടർന്നാണ് പ്രൊഫസറിന്റെ ആത്മാവ് അവരെ 4 പേരെ ഹോണ്ട് ചെയ്തത്. എന്തിനെ? അവരെ പഠിപ്പിക്കാനും ശിക്ഷിക്കാനും. അങ്ങനെ പ്രൊഫസറും നിസയുടെ പ്രേതാത്മാവും ഒരുമിച്ച് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. പിന്നീട് അവര് 3 പേരും നന്നായി പഠിച്ച് എക്സാം എഴുതി സെമസ്റ്റർ എക്സാം പാസ്സാവുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അമീലിയ അതേ കോളേജിൽ തന്നെ സൈക്കോളജി പ്രൊഫസറാണ്. അമീലിയ ഇപ്പോ എമീറുമായി പ്രണയത്തിലാണ്. നായിക കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പ്രൊഫസറിന്റെ പ്രേതാത്മാവ് ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സീനോടെയാണ് ദോസൻ ഗായിബ് എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.